നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. വിഷയം പുനർജനി എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ ഈ പുനർജനിയിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരു 10 വർഷക്കാലം എന്ന് പറയുന്ന ഒരു മാർക്കിംഗ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ 10 വർഷക്കാലത്തിനിടയിൽ, അതായത് 2 ഇടത് സർക്കാരുകൾ ഭരിച്ച് ഏകദേശം എത്തിച്ചു വെച്ചിരിക്കുന്നതാണല്ലോ നമ്മളുടെ ഈ 10 വർഷക്കാലം. UDF എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് ഭരണമില്ലാതായി പോയ 10 വർഷക്കാലം. ഈ 10 വർഷക്കാലത്ത് UDF എന്ന് പറയുന്ന ഒരു മുന്നണി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയ നേട്ടങ്ങൾ എന്തെല്ലാം, ഇനിയും സംസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങളെ പറ്റിച്ച ഘടകങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ 2 ഇതിലേക്ക് ഒന്ന് നോക്കി നോക്കാം. എന്നിട്ട് നമുക്ക് പുനർജനിയിലേക്ക് വരാം. ഇത് നമുക്ക് പരിശോധിച്ചാൽ ഇടതുപക്ഷ സർക്കാർ ജനദ്രോഹ സർക്കാരാണ്. ഇതിന് മുദ്രകുത്തലാണ്. അതായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവിടുത്തെ മാധ്യമങ്ങൾ, മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ മുദ്ര കുത്തിയിട്ടിരിക്കുകയാണ്. UDF ഉൾപ്പെടെയുള്ള മുന്നണികളും UDF-ഉം NDA-യും ഒരു മുദ്രകുത്തലാണ്. ജനവിരുദ്ധ സർക്കാർ, ജനദ്രോഹപരമായ നടപടികൾ. പക്ഷേ ഈ ജനവിരുദ്ധ സർക്കാരാണ് 1600 പെൻഷൻ 2000 വരെ എത്തിച്ചിരിക്കുന്നു. ഈ ജനദ്രോഹ സർക്കാരാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വനിതകൾക്കായിട്ട്, അതായത് 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്കായിട്ട് ഇവിടെ ഒരു വീട്ടമ്മമാർക്ക് പെൻഷൻ എന്ന് പറയുന്ന ഒരു തുക പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെറുപ്പക്കാർ പഠനം കഴിഞ്ഞ് ജോലി കിട്ടുന്നവരെയുള്ള ഒരു സ്റ്റൈപ്പൻഡ് എന്നുള്ള നിലയിൽ കണക്ട് വർക്ക് എന്ന് പറയുന്ന രീതിയിൽ അവർക്കൊരു വരുമാനം കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം ഇതേ സർക്കാർ തന്നെയാണ് നമുക്ക് ഓഖി ഉണ്ടായപ്പോഴും പ്രളയം ഉണ്ടായപ്പോഴും കോവിഡ് ബാധയോടുകൂടി നമ്മൾ വീടിനുള്ളിൽ അടച്ചു പൂട്ടിയിരുന്ന സാഹചര്യത്തിലും നമ്മളുടെ കേരളത്തിലെ ആളുകളെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ, അതായത് അവർ ഭക്ഷണമില്ലാതെയോ വെള്ളമില്ലാതെയോ പട്ടിണി കിടന്ന് ചാവാതെ രോഗം വന്ന് രോഗാതുരമായി മരിച്ചു പോകാതെ നമ്മളെ കാത്ത് സംരക്ഷിച്ച് പിടിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ 10 വർഷം കൊണ്ട് നമ്മൾ കണ്ട പ്രകൃതി ദുരന്തങ്ങൾ അടക്കമുള്ള സംഭവങ്ങളിൽ ഏറ്റവും ഒടുവിലായി വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ വരെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ, അത് ഇടതുപക്ഷ സംസ്ഥാന സർക്കാർ നമ്മളെ ചേർത്ത് പിടിച്ചതിൻ്റെ ഒരു വലിയ കഥ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ പെൻഷനായി നമ്മളെ റീബിൽഡ് കേരള എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് അവലംബിച്ചു. ഇതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ, എന്നാൽ എവിടെയാണ് ഇടത് സർക്കാരിനെ പലപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്? ഒന്ന് ഫോണുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ വലിയ അഴിമതി നടക്കുന്നു. റെയിലുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ വലിയ അഴിമതി നടക്കുന്നു. ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ AI ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി നടക്കുന്നു. ഇതെല്ലാം ജനവിരുദ്ധമാണ്. ഇവിടെയെല്ലാം ഒരുപാട് തുക അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് പ്രതിപക്ഷം വ്യാപകമായി നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ വലിയ പ്രചരണം നടത്തി. മാധ്യമങ്ങൾ വേണ്ടും വിധം അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ എല്ലാം എൻഡ് ഓഫ് ദി ഡേ ഉണ്ടായ ഒരു അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ, സർക്കാർ അവിടെ എത്തുന്നു, സർക്കാരിനെ കോടതിയിൽ കയറ്റുന്നു, കോടതിയിൽ കയറ്റി കോടതിയിൽ ഹർജി കൊടുത്തവർ ഏറ്റവും അവസാനം തേഞ്ഞൊട്ടി തിരിച്ചു വരുന്നു. തെളിവുകളില്ല. സംസ്ഥാന സർക്കാരിനെതിരെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനപരമായി തെളിയിച്ചെടുക്കാൻ പറ്റിയ സാധനങ്ങൾ ഒന്നുമില്ല. യാതൊരു പ്രൂഫുകളും ഇല്ലാതെ അവരവിടെ ചെല്ലുന്നു, തേയുന്നു, തിരിച്ചു വരുന്നു. ഹൈക്കോടതിയും സുപ്രീം കോടതി വരെ കേസുകൾ എത്തുകയും ചെയ്തു. എന്നും കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഇവിടുത്തെ SNC ലാവലിൻ കേസ്. ഈ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വിജിലൻസ് അന്വേഷിച്ചിട്ട് അതിനകത്ത് പിണറായി വിജയൻ പ്രതിയല്ല എന്ന് പറഞ്ഞ് പോയ സമയത്തും പിന്നീട് ഇതേ ഉമ്മൻചാണ്ടി തന്നെ മാറ്റി പറയുന്നു. പിന്നീട് ഇത് CBIക്ക് ഇതേ ഉമ്മൻചാണ്ടി തന്നെ കൊടുക്കുന്നു. സ്വന്തം വിജിലൻസിൽ വിശ്വാസമില്ലാതിരുന്ന ഒരു മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി അധപ്പതിച്ചുപോയി. ഇത് കഴിഞ്ഞു പോയ 10 വർഷക്കാലം പിണറായി വിജയൻ അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ മന്ത്രിസഭകൾ നേരിട്ടിട്ടുള്ള പ്രധാന പ്രതിസന്ധിയാണ് പറയുന്നത്. പല പ്രതിസന്ധികളിലും നമുക്ക് മുന്നിൽ എന്ത് എന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ വരില്ലേ, ആ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിന്നിട്ടില്ല നമ്മുടെ സർക്കാർ. അതാണ് ഈ ഇടതുപക്ഷ സർക്കാരുകളെ 10 വർഷക്കാലം കടന്നു പോകുമ്പോൾ നമ്മുടെ 2 സർക്കാരുകളെ കുറിച്ച് നമുക്ക് പറയാൻ പകപ്പില്ലാതെ, പകച്ചു നിൽക്കലില്ലാതെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ യഥാവിധി യഥാസമയം യഥാക്രമം ചെയ്തു പോയ ഒരു സർക്കാർ ഒരു വശത്ത് നിൽക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഏതൊരു പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഉയർന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. അതായത് പ്രശ്നങ്ങളില്ലാതെ, അവരുടെ മുന്നണിക്കുള്ളിൽ പ്രതിസന്ധികളില്ലാതെ ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ട എല്ലാ കരുതലും ആയുധങ്ങളുമായി പൂർണ്ണമായും തയ്യാറായി നിൽക്കേണ്ട ഒന്നാണ് ശരിക്കും പ്രതിപക്ഷം.
എന്നാൽ ആ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ വർഷക്കാലത്തിനിടയിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 അഴിമതി കഥകൾ പോലും കൃത്യമായി കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാനോ കോടതിയിൽ പോയി ആ കുറ്റവാളി എന്ന് ആരോപിക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്കാണെങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണെങ്കിൽ പോലും ഒരു നടപടി സ്വീകരിപ്പിക്കാൻ അവരെ പിടിച്ച് ഒരു ദിവസം ജയിലിലടയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. 5 വർഷക്കാലവും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ പറയുന്ന കോവിഡും പ്രളയത്തിനെ തുടർന്ന്, പ്രളയം എന്ന് പറയുന്നത് ഒരു വലിയ സർവനാശമായി, നമ്മുടെ നൂറ്റാണ്ട് കണ്ട പ്രളയം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു പ്രളയമായി മാറുന്നു. ആ പ്രളയത്തിൽ നിരവധി ആളുകൾക്ക് മരണം സംഭവിക്കുന്നു, അതോടൊപ്പം വീടുകൾ നഷ്ടപ്പെടുന്നു, അവരുടെ കിടപ്പാടങ്ങൾ നഷ്ടപ്പെടുന്നു, വസ്തുവകകൾ നഷ്ടപ്പെടുന്നു, ധനം നഷ്ടപ്പെടുന്നു, എല്ലാം സംഭവിച്ചു നമ്മുടെ കേരളത്തിൽ. അപ്പോഴും സംസ്ഥാന സർക്കാർ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ വേഗം തന്നെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ ഈ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുരിതത്തെ എങ്ങനെ വിറ്റ് കാശാക്കാം എന്നുള്ളതായിരുന്നു അന്നത്തെ പ്രതിപക്ഷം ചിന്തിച്ചിരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അന്ന് വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് ചിന്തിച്ചത്. അദ്ദേഹം ഉടനെ ഇവിടുന്ന് പോയി, അദ്ദേഹം നേരെ പോയി ലണ്ടനിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് പറയുന്നു, ആളൊന്നുക്ക് 500 പൗണ്ട് വീതം തയ്യൽ മെഷീൻ വാങ്ങാൻ വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറയുന്ന, അങ്ങനെ ക്യാമ്പയിൻ നടത്തുന്നതിൻ്റെ വീഡിയോ സഹിതം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് നെറികേടാണ്! എന്നിട്ട് അത് പ്രളയത്തിൽ വീട് തകർന്നവർക്ക് വേണ്ടിയിട്ട് ചിറ്റാറ്റുകര എന്ന് പറയുന്ന സ്വന്തം നാട്ടിൽ അവിടെ പോയിട്ട് ഫ്ലാറ്റിന് കല്ലിട്ടു. ആ കല്ലിട്ടിടത്ത് ഇന്ന് കല്ല് മാത്രമില്ല, പകരം കാട് മൂടിക്കിടക്കുന്ന ഒരു ദാരുണ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. ഫണ്ട് വന്നില്ലേ? വന്നു. പക്ഷേ അങ്ങനെ താൻ തെറ്റുകാരനല്ല എന്ന് വി.ഡി. സതീശന് ഉറപ്പുണ്ടെങ്കിൽ ആ അതായത് വിദേശത്ത് നിന്നും വന്ന ഫണ്ട് എവിടേക്കാണ്, ആരുടെ അക്കൗണ്ടിലേക്കാണ് പോയത്? ആ പോയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു ധവളപത്രം പോലെ ആ ഒരു എസ്റ്റിമേറ്റുകളും കണക്കുകളും ഉൾപ്പെടെ എന്തുകൊണ്ടാണ് വി.ഡി. സതീശന് പുറത്തുവിടാൻ കഴിയാത്തത്? പുറത്തു വിടേണ്ടതല്ലേ? കാരണം പുനർജനി എന്ന് പറയുന്നത്, എന്നിട്ട് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്, തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു യുവതിയും അവരുടെ ഹസ്ബൻഡും കൂടി ഹോസ്റ്റ് ചെയ്ത ഒരു പരിപാടിയിൽ ഞാൻ പോയി പണം പിടിച്ച് അവിടെ ക്യാമ്പയിൻ നടത്തിയിരുന്നു എന്നാണ് പറയുന്നത്. പ്രസന്റേഷൻ അവതരിപ്പിച്ചു, ക്യാമ്പയിൻ നടത്തിയെന്നാണ് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറയുന്നത്. നമ്മൾ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതെല്ലാം വൈറലാണല്ലോ. എന്നിട്ട് ആ പിരിച്ചു കൊണ്ടുവന്ന പണം നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന് എവിടെ, എപ്പോൾ, ഏത് സമയത്ത് ചെലവാക്കി, ഇത് അറിയേണ്ടതില്ലേ പുനർജനി പദ്ധതി? ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പദ്ധതിയാണ് പുനർജനി പദ്ധതി. ഇതിൽ ആരാണ് ഇപ്പം പറയുന്നത്? പിന്നെ ഇദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയ തെളിവുകളൊന്നുമില്ല. കാര്യം വി.ഡി. സതീശന്റെ പേര് അക്കൗണ്ടിലേക്ക് ഒന്നും വന്നിട്ടില്ല. വി.ഡി. സതീശൻ ഇതെടുത്ത് ചെലവഴിച്ചതിന് തെളിവുകളൊന്നുമില്ല. വി.ഡി. സതീശൻ വളരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പണം എങ്ങോട്ടാണ് വന്നത്? അല്ലെങ്കിൽ വി.ഡി. സതീശൻ ആരുടെ ഏജന്റായിട്ടാണ് പുനർജനി പദ്ധതി ഓപ്പൺ ചെയ്തത്? ആർക്ക് ഫണ്ട് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ്? അതിന് പറയണം. അത് മര്യാദയ്ക്കുള്ള ഫണ്ടാണോ ഇവിടേക്ക് എത്തിയത്? അല്ലെങ്കിൽ ആർക്കെങ്കിലും ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വി.ഡി. സതീശൻ കൂട്ടുനിന്നോ? അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ എത്ര കോടി രൂപയുടെ നേട്ടം അതിൽ നിന്നുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വി.ഡി. സതീശൻ തയ്യാറാവണ്ടേ? ഒന്നുമില്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കച്ചകെട്ടിയിരിക്കുന്ന ഒരാളല്ലേ? അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം വി.ഡി. സതീശന്റെ തലയിലുണ്ട്. എത്ര രൂപ വന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് ആരുടെ അക്കൗണ്ടിലേക്കാണ് വന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അത് ഏതെങ്കിലും സംഘടനയുടെ അക്കൗണ്ടിലാണെങ്കിൽ ആ അക്കൗണ്ടിനെ കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനിയും അത് എന്തിനെല്ലാം വിനിയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക്, യഥാക്രമമുള്ള കണക്കുകൾ പുറത്തുവിടുക എന്നുള്ളതാണ് വി.ഡി. സതീശൻ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ ജനം തെറ്റുകാരനല്ല എന്ന് പറയുകയുള്ളൂ. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കള്ളത്തരം, ഇതിനെ രാഷ്ട്രീയമായി നേരിട്ട്, ഇത് രാഷ്ട്രീയമല്ല. 2018 ഇവിടെ പ്രളയമുണ്ടായത് ഒട്ടും രാഷ്ട്രീയമായിരുന്നില്ല. അതിൻ്റെ പേരിൽ പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപീകരിച്ചത് രാഷ്ട്രീയമായിരുന്നില്ല. എന്നിട്ട് അത് കഴിഞ്ഞു. അങ്ങനെ പുനർജനി പദ്ധതിയിൽ, ഇതാണ് ശരിക്കും പുനർജനി പദ്ധതിയിൽ വി.ഡി. സതീശൻ നേരിടുന്ന ഏറ്റവും വലിയ തെറ്റ്. അത് പുറത്തുവിടാൻ വി.ഡി. സതീശൻ തയ്യാറായേ പറ്റൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകും. ആർക്കൊക്കെ അതിൻ്റെ ഗുണഭോക്താക്കളുടെ പേര് സഹിതം പുറത്തേക്ക് വിടേണ്ടി വരും വി.ഡി. സതീശൻ, ജനങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കേണ്ടി വരും. ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കളായത്? ആരൊക്കെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? എത്ര തുക വന്നിട്ടുണ്ട്? ഇത് ആർക്കെങ്കിലും കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞിനറിയുമോ എത്ര തുക അതിനകത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം? ഒരാൾക്കും അറിയില്ല. അതൊരു വലിയ ഭീമമായ തുകയാകാം. ഇനി അതല്ല, വി.ഡി. സതീശൻ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട്, ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അടൂർ പ്രകാശും ഒക്കെ ഇടനില നിന്നതുപോലെ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് വി.ഡി. സതീശൻ ഇടനില നിന്നതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതല്ലേ? സംശയിക്കത്തക്കതാണ്. ഇനി മറ്റൊരു കാര്യം, ഇനിയും വി.ഡി. സതീശന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇങ്ങോട്ട് വരാം, നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിൽ കേരളത്തിനെ പറ്റിച്ച കഥകളാണ്.
ബാക്കിയെല്ലാം പിന്നെ പ്രതിപക്ഷം കേരളത്തെ സത്യത്തിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നില്ല, കേരളത്തിൽ ശരിക്കും ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ശരിക്കും നമുക്ക് പറയേണ്ട കാര്യം അത് തന്നെയാണ്. വയനാട് പ്രളയം, വയനാട് ഈ പിന്നെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരിച്ച പണം ഇപ്പോഴും അറിയില്ല കോൺഗ്രസ്സുകാർക്ക്. കോൺഗ്രസിന് പണം കൊടുത്തിട്ടുള്ളവർക്കും ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ആ തുക എവിടെ? വീട് വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പോഴും വീടിന്റെ പേരും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലെങ്കിൽ UDF ആണ്. ഇതുകൂടാതെ ഇവരുടെ കോൺഗ്രസ്സുകാരിലെ യൂത്തന്മാർ പിരിച്ച പണം എവിടെ? അവർക്ക് വീട്, DYFIക്കാർ 25 വീട് പറഞ്ഞപ്പോൾ 30 വീട് എന്ന് ചലഞ്ച് ചെയ്തിട്ട് പോയ യൂത്ത് കോൺഗ്രസ്സുകാർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഇനി ഇത് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ കഥ തന്നെ ഇവിടെ UDFന്റെ മേലെ അവകാശം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കാനുണ്ട്. അടിച്ചേൽപ്പിക്കുകയല്ല, യാഥാർത്ഥ്യമായി നിൽക്കുന്നു. ഇതാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് UDF കേരളത്തിന് നൽകിയ സംഭാവന. ഇത് മാത്രമോ? പിന്നെ കൂട്ടത്തിൽ കുറേയധികം പെണ്ണ് കേസുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായ ഒരു നിരവധിയായ പെണ്ണ് കേസുകൾ ഒരു വശത്ത് കിടക്കുന്നു. ഇതും കൂടാതെ ഈ പറയുന്ന ആളിനെ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി സ്വന്തം പാലം പോലും കളഞ്ഞു കുളിച്ച വേറൊരു മഹാൻ വേറൊരു വശത്തിരിക്കുന്നു. ഇതുകൂടാതെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തമ്മിത്തല്ലി നടക്കുന്ന ഒരു പറ്റം നേതാക്കൾ വേറൊരു വശത്ത്, സ്വന്തം നേതാവിനെ കല്ലെറിഞ്ഞോടിച്ച കുറേയധികം നേതാക്കന്മാർ വേറൊരു വശത്ത്. ഇങ്ങനെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ UDF എന്ന് പറയുന്ന ഒരു മുന്നണി, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു? നിങ്ങൾക്ക് അവരെ വിജയിപ്പിക്കണമെങ്കിൽ ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അവരെ വിജയിപ്പിക്കണമെങ്കിൽ അവർക്ക് എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് UDFനെ ഇത്തവണ അധികാരം ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചത്? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതുവരെ പിരിച്ച് പിന്നെ വയനാടിന് വേണ്ടി പിരിച്ച ഫണ്ട് ഇതുവരെ ചെലവാക്കിയിട്ടുണ്ടോ? അതിൻ്റെ കണക്ക് പുറത്തുവിടാൻ തീർച്ചയായും ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ചോദിക്കാൻ. അങ്ങനെ ആ കണക്ക് പുറത്തുവിട്ട് ആ കണക്ക് കണ്ട് നിങ്ങൾ, അതായത് ഇത് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നവർ അത് കണ്ടിട്ട് ഞങ്ങൾ ബോധ്യപ്പെട്ടു, ഇതൊക്കെയാണല്ലോ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, UDFന് വോട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇനി പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിരിച്ച ഫണ്ടും അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വളരേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പടവലങ്ങ പോലെ കീഴോട്ട് വളർന്നു പോയ, തമ്മിത്തല്ലി പിരിയാൻ തയ്യാറെടുക്കുന്ന, എവിടെയും സാമ്പത്തികത്തിന്റെ ഒരു വലിയ ചീട്ട് കൊട്ടാരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സാമ്പത്തികമായി ഇവിടെ വലിയ വെട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന, പുനർജനി മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധിയായ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി പേരെടുത്ത ഒരു UDF എന്ന് പറയുന്ന മുന്നണിയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് വരുംകാലത്ത് വളരെ സേഫായി നമ്മുടെ കേരളത്തെ കൊടുക്കാം എന്ന് നമ്മൾ കരുതുക? കേരളത്തിൽ എങ്ങനെയാണ് ഇവർ വളർന്നു വരിക? ഇത് ഇത്രയും അവസരങ്ങൾ ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രയും വലിയ തോതിൽ ഈ അവസരങ്ങളെ മുതലെടുത്ത ഈ UDFനെ പോലെ ഒരു മുന്നണി നാളെ ഭരിക്കാൻ അവസരം കിട്ടിക്കഴിയുമ്പോൾ കേരളം തന്നെ ബാക്കി ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വന്ന മറ്റൊന്നുമില്ല, പുനർജനി എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും ശബരിമല സ്വർണ്ണക്കള്ള എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി കവർന്നെടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോഴും അവസാനമായി അതിൻ്റെ കണ്ണികൾ എത്തി നിൽക്കുന്നത് UDF നേതാക്കളിലേക്കാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ശബരിമല കൊള്ള ഏറ്റവും കൂടുതൽ അവർ ശബരിമലയെ വിറ്റ് കാശാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വിറ്റ് വോട്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ ശബരിമല ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണി എന്ന് പറയുന്ന 2 കോൺഗ്രസ് നേതാക്കളിലേക്കും ഒടുവിൽ അവിടെ നിന്ന് കടന്നെത്തി നിൽക്കുന്ന സോണിയാഗാന്ധി എന്ന് പറയുന്ന UPയുടെ അധ്യക്ഷയിലേക്കും, UPയുടെ അധ്യക്ഷയായിരുന്ന വനിതയിലേക്കും, ഇന്ത്യയിൽ പ്രധാനമന്ത്രിയേക്കാൾ സുരക്ഷിതത്വം ഉണ്ടായിരുന്ന ഒരു നേതാവിലേക്കും കൂടി ഇത് എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയത് നേട്ടങ്ങളായിരുന്നില്ല, കോട്ടങ്ങളായിരുന്നു. ഇപ്പോൾ എവിടെ ശിബിരം നടത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ VD സതീശൻ പിന്നെ കള്ളം പറയാനും ആഹാരം കഴിക്കാനും മാത്രമേ നാക്ക് പുറത്തേക്ക് ഇടൂ. അത് നമുക്കെല്ലാവർക്കും അറിയാം. വാ തുറക്കുന്നത് അതിന് ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നിട്ട് കള്ളം പറഞ്ഞ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കുറേയധികം മാധ്യമങ്ങളും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അടുത്ത തവണ ഭരണം പിടിക്കാം എന്നുള്ള ഒരു ധാരണയിൽ നിൽക്കുകയാണ് ശരിക്കും ഈ UDF എന്ന് പറയുന്ന കൂട്ടം. പക്ഷേ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ കാണാതെ പോകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.